ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയതിന് ശേഷം ഇറാൻ ഇസ്രായേലിനെതിരെ ആദ്യമായി ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് നേരെ ആണവായുധം പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഞങ്ങളെ സഹായിക്കാൻ വരും, ഇസ്രായേലിന് നേരെ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കും എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഈ പാകിസ്ഥാൻ പറയേണ്ട ഒരു കാര്യം ഇറാൻ പറഞ്ഞിരിക്കുകയാണ്? എന്താണ് ഇതിൻ്റെ പുറകിലെ രഹസ്യം? അല്ല, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഇത് കേട്ട് പാകിസ്ഥാൻ ഇറാനെ തെറി വിളിച്ചിരിക്കും. ആരടാ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ച് തെറി പറയാനാണ് സാധ്യത. കാരണം ഇന്ത്യയുടെ അടിയും വാങ്ങി വികലാംഗ പെൻഷനും വാങ്ങി ഇപ്പോൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം ഈ വികലാംഗ പെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് IMF-ന്റെ വായ്പയാണ്. കാരണം ആ രീതിയിലാണ് ഇന്ത്യയുടെ അടി വാങ്ങുക, അതിനുശേഷം അതിനിടയിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ആ വായ്പയുമായി ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ്. ചൈന ഞങ്ങളെ പറ്റിച്ചു, ചൈനയുടെ ആ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും കൊണ്ട് ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല, അതുകൊണ്ട് പ്രതിരോധിക്കാൻ പോലും കഴിയില്ല, ഏതെങ്കിലും നല്ല രാജ്യങ്ങളുണ്ടെങ്കിൽ കുറച്ച് നല്ല ആയുധങ്ങൾ തരുകയും ഞങ്ങളിൽ പണമുണ്ട്, കടം വാങ്ങി വെച്ച പണമുണ്ടെന്ന രീതിയിൽ എല്ലാ രാജ്യത്തും കറങ്ങി ചുറ്റി നടക്കുകയാണ്. ഇടക്കാലത്ത് ഒരു വാർത്ത ഒന്നുമല്ല, ജർമ്മനിയെ സമീപിച്ചിരിക്കുകയാണ്. ജർമ്മനിയിലെ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുകയാണ് ഇന്ത്യയുടെ ആക്രമണങ്ങൾ ചെറുക്കാൻ വേണ്ടി. എന്തായാലും ആ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുകയാണ് പാകിസ്ഥാൻ. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ലാത്ത നേതാക്കളുള്ള പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇറാൻ ഇത്തരം പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഞങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ ഞങ്ങളെ സഹായിക്കാനായി പാകിസ്ഥാൻ വരും, പാകിസ്ഥാൻ ഇസ്രായേൽ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം പ്രസ്താവനകൾ നാം കണ്ടിരുന്നത്. അതെ, കാരണം ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ ഈ പാകിസ്ഥാനിലെ പല നേതാക്കളും പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കും, ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന്. പിന്നീട് ഈ അടി തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ നേതാക്കളെയും കാണാനില്ല, ആണവായുധങ്ങളും കാണാനില്ല. പാകിസ്ഥാൻ നിലവിളിച്ചോടുന്ന കാഴ്ചയാണ് കണ്ടത്. ആ രീതിയിൽ പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു രാജ്യത്തെയാണ് ഇറാൻ ഗോദയിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ അറിയാം എന്തായാലും ഞങ്ങളൊരു ഉള്ളിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇറാന് ആണവായുധം, ആണവ സാങ്കേതിക വിദ്യ ലഭിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു നേരത്തെ തന്നെ. അത് ഈ പാകിസ്ഥാനിലെ ഈ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവ് ഖാൻ വലിയ തുക വാങ്ങിക്കൊണ്ട് ഈ രഹസ്യം ഇറാന് കൈമാറി എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇറാന് മാത്രമല്ല, മറ്റു പല ഈ പറയുന്നത് പോലെ ഈ ആണവായുധം ഉപയോഗിക്കാൻ ഒരു പക്വതയോ പാകതയോ ഇല്ലാത്ത പല രാഷ്ട്രങ്ങൾക്കും ഇത്, ഉദാഹരണത്തിന് ഉത്തര കൊറിയയ്ക്കും ഈ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ കൈമാറിയിട്ടുണ്ട്, പണം വാങ്ങി കൈമാറിയിട്ടുണ്ട് എന്ന ആരോപണം ഉയർത്തിയത് അമേരിക്കൻ ചാരസംഘടനയൊക്കെ തന്നെയാണ്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ശരിവെക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സംഗതി കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ആ ഒരു ബലത്തിലാണോ ഇറാൻ ഈ പറയുന്നത്, പാകിസ്ഥാൻ വളരെ പണ്ടേ പാകിസ്ഥാനിൽ നിന്നാണ് ഞങ്ങൾ ഈ ആണവ സാങ്കേതിക വിദ്യ ഞങ്ങൾ നേടിയത് എന്ന് ഇറാനും തുറന്ന് സമ്മതിക്കുന്നുണ്ട്? അല്ല, അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഈ തെമ്മാടി രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് നാം പലപ്പോഴും കണ്ടിട്ടുള്ളത്. നമ്മുടെ പിണറായി വിജയൻ പറയുന്നത് തെമ്മാടി രാജ്യം ഇസ്രായേൽ. പക്ഷേ ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അല്ലേ 40,000-ത്തിലധികം പേർ ജോലി ചെയ്യുന്ന, ആ മണ്ണിൽ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യത്തെയാണ് പിണറായി അടക്കമുള്ളവർ തെമ്മാടി രാജ്യം എന്ന് വിളിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ തെമ്മാടി രാജ്യം പാകിസ്ഥാനും ഇറാനും അതോടൊപ്പം തന്നെ തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലാണ് ഇത്തരം ആയുധങ്ങളെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ അത് ഭീകരവാദികളുടെ കയ്യിലെത്തുകയും അതോടൊപ്പം തന്നെ ഈ ഭരണം തന്നെ ഭീകരവാദികളുടെ ഭരണമാണല്ലോ. അവരുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. എല്ലായിടത്തും വാരിക്കോരിയിട്ട് മനുഷ്യരെ കൊല്ലുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. മതത്തിനു വേണ്ടി, എല്ലാ മതത്തിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യരും മതത്തിനു വേണ്ടിയുള്ള ഭരണ സംവിധാനവുമാണല്ലോ ഈ രാജ്യങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഇറാന്റെ കയ്യിലും ഉത്തര കൊറിയയുടെ കയ്യിലും പ്രത്യേകിച്ച് തുർക്കിയുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ഇത്തരം സംവിധാനങ്ങൾ ലഭിക്കുമ്പോൾ വലിയ രീതിയിൽ ലോകം തന്നെ ഭയപ്പെടുന്നു. അങ്ങനെ ഒരു ഭയപ്പാടിൽ നിന്നാണ് ഇസ്രായേലിനെ ആക്രമിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അല്ലാതെ മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിൽ ആണവായുധമുണ്ട്, ഇസ്രായേൽ ആക്രമിക്കുമോ? ഇസ്രായേൽ ആക്രമിക്കില്ല. പക്ഷേ ഇറാന്റെ കയ്യിൽ ആണവായുധം ഉള്ളപ്പോൾ അവർ ആക്രമിക്കും. പാകിസ്ഥാന്റെ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ എതിർക്കും. ആ രീതിയിൽ തന്നെയാണ്. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് രസകരമായ കാര്യം, ഈ പാകിസ്ഥാൻ എന്തായാലും ഇസ്രായേലിനെതിരെ ഇപ്പോൾ വലിയ പരാമർശങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഇന്ത്യയോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇവർ ഇത് എന്തു കണ്ടിട്ടാണ് ഇസ്രായേലുമായി എല്ലാം ബന്ധപ്പെട്ട് ചൊറിയാൻ പോകുന്നതെന്ന് വ്യക്തമാകുന്നില്ല. ഇനി അടിമുടി ആ രാജ്യം ഇല്ലാതാകാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും
ഭാവിയിൽ വരുന്നത്. ഒരു ഇസ്രായേലിനോട് കോർക്കാൻ പോയാൽ പിന്നെ പാകിസ്ഥാൻ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലാകും. ഇസ്രായേൽ ഇപ്പോൾ നേരിട്ട് വലിയ രീതിയിൽ പാകിസ്ഥാനുമായി അവർ സംഘർഷത്തിന് സാധിക്കുന്നില്ല. ഇന്ത്യയെ സഹായിക്കുകയാണ് അല്ലെ, ഈ മൊസാദുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളും അവരുടെ രഹസ്യങ്ങൾ ചോർത്തി നൽകി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കാനാണ് ഇസ്രായേൽ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു ആക്രമണത്തിനായി തുനിയുകയാണെങ്കിൽ ഇന്ത്യ വലിയ രീതിയിൽ അവർ സഹായിക്കുന്നത്. അവർക്ക് തന്നെ അറിയാം അവിടെ പ്രധാന ശത്രു ഇറാൻ എന്ന രാജ്യമാണ്, രണ്ടാമത്തെ ശത്രു പാകിസ്ഥാൻ എന്ന രാജ്യമാണ്. അല്ലാതെ ഈ ഹമാസും ഹിസ്ബുള്ളയും ഹൂതിയും അടക്കമുള്ള ഈ ചെറിയ ഈച്ചകളായ അവരെയൊന്നും ഇവർ പരിഗണിക്കുന്നില്ല. അവർ തങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ ചൊറിയാൻ വരുമ്പോൾ തിരിച്ചടി നൽകുന്നു. ആ രീതിയിലുള്ള ഒരു ചെറിയൊരു ആക്രമണമാണ് ഉണ്ടാകുന്നത്. പക്ഷെ അവർക്ക് കൃത്യമായി അറിയാം അവരുടെ രണ്ട് പ്രധാനപ്പെട്ട ശത്രുക്കൾ ഒന്ന് ഇറാനും പാകിസ്ഥാനുമാണെന്നാണ്. ആ പാകിസ്ഥാന്റെ അതുകൊണ്ടാണ് ഇന്ത്യക്ക് വലിയ രീതിയിൽ അവർ സഹായങ്ങൾ നൽകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി കാണാൻ പോകുന്നത് വലിയ യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിൽ ഇന്ത്യ അവസാന ഘട്ടത്തിൽ ഈ പാകിസ്ഥാനെ ഇപ്പോൾ ഇന്ത്യ ആക്രമിച്ച് കരാറിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് ഇന്ത്യ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ആവശ്യം ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇന്ത്യ ഇതിൽ ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന മറ്റൊരു കാര്യം, ഈ ഇറാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നല്ല സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിൽ ഇടപെട്ട് ഇസ്രായേലുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന രാജ്യം പാകിസ്ഥാനാണ്. ഈ ട്രംപ് ഇപ്പോൾ അവകാശവാദങ്ങളെല്ലാം ഉന്നയിക്കുന്നുണ്ട്, ഞാൻ ഇടപെട്ടു എന്നത്. അങ്ങനെയെങ്കിൽ ട്രംപ് ഇടപെട്ട് നിർത്തലാക്കി ചിലപ്പോൾ സാധിച്ചിരിക്കും. വരും കാലങ്ങളിൽ ട്രംപ് കാണുമോ? ഇന്ത്യ വലിയ രീതിയിൽ തന്നെ ആയുധ ശേഖരങ്ങൾ നടത്തുകയാണ്. മുൻകാലങ്ങളിൽ മാത്രമല്ല, ട്രംപ് ഒരു വലിയ കച്ചവടക്കാരനാണ്. ട്രംപ് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണെങ്കിലോ പാകിസ്ഥാനെ അവരുദ്ദേശിക്കുന്ന ഒരു വ്യാപാര കരാറുകളിൽ ഏർപ്പെടുത്താനാണെങ്കിലോ പാകിസ്ഥാനിലെ ധാതു വിഭവങ്ങൾ കൊള്ളയടിക്കാനാണെങ്കിലോ അതും നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട്. കാരണം ബലൂച്ച് പ്രവിശ്യയിലും മറ്റുമൊക്കെ വലിയ ധാതു സമ്പത്തുണ്ട്, പ്രകൃതി വിഭവങ്ങളുണ്ട്. ഇത് ലക്ഷ്യമിട്ടാണ്. കാരണം നമുക്കറിയാം ഉക്രൈനിൽ സെലൻസ്കിയെ സഹായിച്ചത് അമേരിക്ക വെറുതെയല്ല. അതുപോലെ പാകിസ്ഥാനെയും ഈ തരത്തിൽ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാനാണെങ്കിലോ അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അല്ല, പാകിസ്ഥാനും അമേരിക്കയുമായി ഒരു കൃത്യമായ ഒരു ബന്ധമില്ല. കാരണം നമുക്കറിയാം പണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാൻ കഴിയില്ല എന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ അവർ ഉണ്ടാക്കുന്നത്. ആ ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയെ തിരിച്ചടിച്ച് ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് വർഷങ്ങളായി തന്നെ ഈ പാകിസ്ഥാൻ നടപ്പിലാക്കി വരുന്നത്. പക്ഷെ അതിനുള്ള കൃത്യമായ തിരിച്ചടി നൽകാനാണ് ഇപ്പോൾ ഇന്ത്യ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ അത്തരം ഈ പണ്ട് കാലത്ത് നമുക്കറിയാം വിവിധ പ്രദേശങ്ങളിൽ ഈ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഇന്ത്യ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്, അല്ല ഒരു തിരിച്ചടി ഉണ്ടാകില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നഗരത്തിൽ അങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ബ്രെയിനുകൾ ആരാണ്, തലച്ചോറ് ആരാണെന്ന് പുറകെ പോയി തലച്ചോറ് തെറിപ്പിക്കാനുള്ള കഴിവാണ് ഇപ്പോൾ ഇന്ത്യ നടപ്പിലാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കൃത്യമായി ലക്ഷ്യമിടുന്ന പാകിസ്ഥാനാണ്. അവിടെ വ്യാപാരവും ഇല്ല, വ്യവസായവും ഇല്ല. ഇങ്ങോട്ട് ഭീകരവാദം കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായ തിരിച്ചടി നൽകും. ആ തിരിച്ചടി തന്നെയാണ് നാം കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് അടക്കമുള്ളവർ അവകാശപ്പെടുന്നതേ ഉള്ളൂ ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്ന്. ഇന്ത്യ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ട്രംപിന്റെ വാക്കുകൾ കേട്ടെങ്കിൽ എന്താണ് പ്രശ്നം, അല്ലേ? കാരണം ഇന്ത്യയുടെ ആവശ്യം എന്തായിരുന്നു? ഇന്ത്യക്കുള്ളിൽ കയറി ആക്രമിച്ച് ആ ഭീകരവാദികളെ തീർപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അത് പൂർണ്ണമായി തന്നെ നടപ്പിലാക്കി. അതിനുശേഷം പാകിസ്ഥാനിൽ ഒരു അഭിമാന പ്രശ്നം ആ രാഷ്ട്രീയപരമായി അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യ തുടർച്ചയായി 3-ാം വട്ടമാണ് ആ രാജ്യത്ത് ഇത്തരം ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത്. ആ ആക്രമണം 3 തവണ ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവർ ഞങ്ങളും ഇവിടെ പട്ടാളം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്രമണം നടത്തി. അതിനും കൃത്യമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഒരു നട്ടലൊടിഞ്ഞ രാജ്യമായി നിൽക്കുമ്പോൾ ഇറാന്റെ ഇത്തരം ഭീഷണികൾ ലോകരാജ്യങ്ങളെല്ലാം വെറും തമാശയായി മാത്രമാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.